So, welcome to another episode. Welcome to my കുക്കറി ഷോ. എൻ്റെ കയ്യിൽ നിന്നുള്ളത് കുറച്ച് ചേമ്പ് കിഴങ്ങാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ടാരോ റൂട്ട് എന്ന് പറയും. ഇന്ന് ഈ ചേമ്പ് കിഴങ്ങ് വെച്ചുകൊണ്ടാണ് നമ്മളൊരു മസിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ പ്യൂർലി എ ചെട്ടിനാട് ഡിഷ്. ആൻഡ് അത് ശരിക്കും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ബ്ലഡ് ഷുഗറിന് നല്ലതാണ്. ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ്. സോ എല്ലാവരും ഒന്ന് കുക്ക് ചെയ്തിട്ട് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഇറ്റ്സ് എ ചെട്ടിനാട് ഡിഷ്. ചേമ്പ് കിഴങ്ങുകൊണ്ട് മസിയൽ. അപ്പോൾ നമ്മൾ ചേമ്പ് കിഴങ്ങ് നമ്മൾ നേരത്തെ കാണിച്ചു വരുന്നു. ആ ചേമ്പ് കിഴങ്ങ് ഞാൻ കുക്കറിൽ ലേശം ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. കുക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇത് ഒരു ചെട്ടിനാട് ഡിഷ് ആയതുകൊണ്ട് നല്ലെണ്ണയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നല്ലെണ്ണ, കടുക്, വെള്ള ഉഴുന്നുപരിപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത്, പച്ചമുളക് നമ്മൾ സ്റ്റൂവിന് കട്ട് ചെയ്യുന്ന മാതിരി കുറുകെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ലേശം കരുവേപ്പില, കപ്പരമുളക്, ലേശം മഞ്ഞപ്പൊടി, പുളി, നമ്മുടെ പാലക്കാടൻ പുളി ഞാൻ കലക്കി വൃത്തിയായി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് വേണ്ടത്. നമുക്കിത് കുക്കിങ്ങിലേക്ക് പോവാം. So let's start. നമ്മൾ ചെട്ടിനാട് ഡിഷ് ആയതുകൊണ്ട് നമ്മൾ ഒരു മൺചട്ടിയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നല്ലെണ്ണ, ഈ ഇത് ഡിഷ് നമ്മൾ നല്ലെണ്ണയിൽ വേണം ഉണ്ടാക്കാൻ, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലേ അതിൻ്റെ ശരിക്കും റിയൽ ടേസ്റ്റ്, ആ ചെട്ടിനാട് ടേസ്റ്റ് വരുള്ളൂ. സോ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ലെണ്ണയിൽ ഉണ്ടാക്കുക. എണ്ണ ഒന്ന് ചൂടാക്കിക്കൊണ്ട് ചട്ടിയുടെ നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുകിടുന്നു. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുക്കളയ്ക്കണ്ട കടുക് കൂട്ടി കടുകിട, ഉണക്കമീൻ, അതിൻ്റെ വാടിയതിനു ശേഷം നമ്മൾ ചൂട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ പച്ചമുളക്. ഇത് ഈ മസിയലിൽ നമ്മൾ എരിവിന് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, മുളക് പൊടിയോ മറ്റു പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പച്ചമുളകാണ് നമുക്ക് ആകെയുള്ള ഇതിന് എരിവ് കിട്ടുന്ന ഒരു സംഭവം. അപ്പോൾ പച്ചമുളക് ഒരിക്കലും ചേർത്താൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി മുറിച്ച് വെച്ച് ആഡ് ചെയ്യുന്നത്. ഇത് ഉള്ള ഉഴുതുപരിപ്പ് ആവാം. അതിനുശേഷം വെളുത്തുള്ളി മസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും, പച്ചമുളക്, ചെറിയ ഉള്ളി, കപ്പരമുളക്, കരുവേപ്പില, കടുക്, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഈ സമയത്താണ് നമ്മൾ ശകലം ഒന്ന് ഉപ്പ് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ പുളി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കൊടുക്കാം. ഇതൊന്ന് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് വാടി കിട്ടും. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെട്ടിനാടൻ ഡിഷാണ് ഇത്. നമ്മൾ വീട്ടിൽ മുളകുപൊടിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം, മുളകുപൊടി അത്ര ഒരു കുറച്ച് ചപ്പുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ മുളകുപൊടി ഉണ്ടാക്കുന്ന ദിവസം സൈഡ് പ്ലേറ്റിൽ ഈ മസിയിലൊക്കെ വെച്ചാൽ ഗംഭീരമായിരിക്കും. നല്ല കോമ്പിനേഷൻ അത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അധികം സാധനങ്ങളൊന്നും വേണ്ട. വളരെ ചിലവ് കുറഞ്ഞ ഒരു ഡിഷാണ്. പക്ഷെ നല്ല രീതിയിൽ വേണം ഇത് ഉണ്ടാക്കാൻ. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഐറ്റംസ് എല്ലാം നന്നായി വാടി ചുരുങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ പുളി നല്ല കട്ടിയിൽ വേണം കലക്കാൻ. ഒരുപാട് സാമ്പാറിനൊക്കെ കലക്കുന്ന പോലെ കലക്കരുത്. ഇത്രയും കട്ടിയിലായിരിക്കണം കലക്കാൻ. കലക്കിയതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട്
ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മറന്നു പോയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറക്കരുത്. അത്ര തന്നെ. അപ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് കിഴങ്ങ് നമ്മൾ സ്മാഷ് ചെയ്യാൻ പോകണം. ഈ മസിയൽ എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ സ്മാഷ് എന്നാണ് അർത്ഥം. ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്യുക. ഒരുപാട് കൂടുമായി ആക്കരുത്, പീസായിട്ട് കിടക്കും വേണം. ഇപ്പോൾ വീട്ടിൽ ഇതുമാതിരി ഒരു ആയുധം ഉണ്ടെങ്കിൽ, കടകോലുണ്ടെങ്കിൽ അത് വെച്ചിട്ടാവാം. എന്നിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ. സ്മാഷ് ചെയ്തിട്ടുണ്ടാവണം, ചെറിയ പീസുകൾ ഉണ്ടാവണം, അത് ശ്രദ്ധിക്കണം. ഒരുപാട് സ്മാഷ് ചെയ്ത് മതി, ഈ ലെവലിൽ ആക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ മസിയലിലേക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മസിയൽ നമുക്കൊന്ന് നമ്മുടെ മസാലയോടൊപ്പം ഒന്ന് ഇളക്കി മാറ്റുക. ഇത് നിങ്ങൾ കഴിച്ചു നോക്കൂ, ഗജഗംഭീരമായിരിക്കും. ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ പാലക്കാടൻ മുളകൂഷ്യത്തിന്റെ കൂടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി ചോറ് കൂടുതൽ കഴിക്കാം. പിന്നെ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ചേമ്പും കാച്ചിലും കാവത്തും ഒക്കെ മലയാളിയുടെ ഇഷ്ട സാധനങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെട്ടിനാടായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു, ഉണ്ടാക്കി കഴിഞ്ഞു. വേറെ പണികളൊന്നുമില്ല, കഴിഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു നല്ലെണ്ണ കൂടെ മേലെ ഒരു ടേസ്റ്റിന്. ഇതൊക്കെ അഡീഷണൽ ഞാൻ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിർബന്ധമില്ല. നമ്മൾ നേരത്തെ താളിപ്പിനെടുത്ത എണ്ണ തന്നെ ധാരാളം. ഇത് ജസ്റ്റ് ആഡ് ചെയ്തത് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ വരാനായിട്ട് ആഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ അത്യാവശ്യമില്ല. പക്ഷെ ടേസ്റ്റ് കൂടാൻ അത് കൊടുത്താൽ നന്നായിരിക്കും. അതുകൊണ്ട് വേണ്ടവർ ആഡ് ചെയ്യുക, വേണ്ടാത്തവർ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷിയൽ ഈസ് റെഡി. ഈ പാൽക്കപ്പ അല്ലെങ്കിൽ കപ്പ കടഞ്ഞതെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. പക്ഷെ നമ്മൾ ചേമ്പ് കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്നു. പക്ഷെ ഇതിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ നമ്മൾ പുളി ആഡ് ചെയ്യണം എന്നുള്ളതാണ്. ആ പുളി ആഡ് ചെയ്യുമ്പോഴാണ് ഈ വക ചേരുവകളുടെ ഒപ്പം നല്ലെണ്ണയും കൂടെ ആവുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ പക്ക ചെട്ടിനാട് തന്നെ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചേമ്പ് കിഴങ്ങ് മസിയൽ, ഇറ്റ്സ് ഒറിജിനൽ ചെട്ടിനാട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് വെരി ടേസ്റ്റി, നല്ല ഫ്ലേവർ, ആ ചെട്ടിനാട് ഫ്ലേവർ ഉള്ള സാധനമാണ്. സോ പ്ലീസ് ട്രൈ. അപ്പോൾ എൻ്റെ ഈ ചെട്ടിനാട് ചേമ്പ് കിഴങ്ങ് മസിയൽ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കാറ്ററിംഗ് നായർ സൺസ് കാറ്ററേഴ്സ് വളർന്നു സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ.